ഷൈൻ ടോം ചാക്കോ, വിൻസി അലോഷ്യസ്, അതാണല്ലോ ഇപ്പോൾ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ. നമ്മുടെ വിൻസി അലോഷ്യസ് എല്ലാവർക്കും അറിയാം. നമ്മുടെ മഴവിൽ മനോരമയിലാണെന്ന് തോന്നുന്നു നായികമാരെന്ന് പറയുന്ന ഒരു ലാൽ ജോസ് കണ്ടക്ട് ചെയ്യുന്ന പരിപാടിയിൽ വന്ന ഒരു കഴിവുള്ള ഒരു നടിയാണ്. അതിലവർ സെക്കൻഡ് പ്രൈസോ അങ്ങനെ എന്തോ നേടിയിട്ടുണ്ട്. എൻ്റെ ആ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പരിപാടി കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാം പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകർക്കെല്ലാം അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു നടിയാണ് അവർ മിനിയാന്ന് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു വീഡിയോയുമായി പുറത്തു വരികയുണ്ടായി. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരുവിധം ആളുകളൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അവരൊരു സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ഒരു പ്രഗത്ഭനായ അറിയപ്പെടുന്ന ആ ഒരു സിനിമയിൽ ലീഡ് റോൾ ചെയ്യുന്ന ഒരു നായകനിൽ നിന്നും ഒരു അപമര്യാദയായ രീതിയിൽ ഒരു പെരുമാറ്റം അനുഭവപ്പെട്ടു. അതിന് വഴിവെച്ചത് അയാളുടെ ലഹരി ഉപയോഗമാണ്. സിനിമയുടെ സെറ്റിൽ നിന്ന് തന്നെ ലഹരി, അതായത് ഈ വെള്ള ഒരു വസ്തു, ഒരു പൊടി വായിൽ നിന്ന് തുപ്പുന്നതൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവന ആയിരുന്നു, ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. അപ്പോൾ അത് കണ്ടപ്പോൾ സിനിമയുടെ പേരോ അല്ലെങ്കിൽ നായകൻ്റെ പേരൊന്നും അവർ പറഞ്ഞിട്ടില്ലായിരുന്നു ഈ തുടക്കവേളയിൽ. ഇപ്പോഴും അവർ ആ സിനിമയുടെ പേരും ഇതും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെയോ മാധ്യമങ്ങൾ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര ത്വര വന്നു. കാരണം ആരായിരിക്കും അവർ? വിൻസി ഇവർ അധികം ആയിട്ടില്ലല്ലോ മലയാള സിനിമയിൽ അവരുടെ കരിയർ ആരംഭിച്ചിട്ട്. അപ്പോൾ തുടക്കം വിരലിലെണ്ണാവുന്ന സിനിമകളേ ഉള്ളൂ. അപ്പോൾ ലീഡ് റോളാണെന്നും പറഞ്ഞു. അപ്പം ഞാൻ ആരാന്നിങ്ങനെ തപ്പാൻ വേണ്ടി അവരെ ഈ ഗൂഗിളിലൊക്കെ ഇരുന്ന് തപ്പി. അപ്പോഴാണ് അറിയുന്നത് ഇവരിപ്പോൾ അഭിനയിച്ച് റിലീസാവാൻ പോകുന്ന പടത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അങ്ങനെ ഇവർ അമ്മയിലും മറ്റുമൊക്കെ വേറെ 2 സംഘടനകളിലൊക്കെ ഇത് കൊടുത്തു. ആളുടെ പേര് പുറത്ത് പറയാൻ പാടില്ലെന്നത്രയാണ് പറഞ്ഞത്. പക്ഷേ ആരായാലും പുറത്ത് വിട്ടുപോകും. അത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ന്യൂസ് വാല്യൂ ഉള്ള ഒരു വിഷയമായതുകൊണ്ട് അത് ലീക്കായി പോകും. അങ്ങനെ ലീക്കായി പോയതാണ് ഈ വിഷയം. അത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ ഷൈൻ ടോം ചാക്കോ ആണ് ഇതിലെ വില്ലൻ. സീരിയസ്ലി പറയാലോ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു എന്നും പറയില്ല, നടനാണ്, ഇപ്പോഴും ആണ് ഷൈൻ ടോം ചാക്കോ. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെ അഭിനയത്തിലുള്ള ആ ഒരു അഭിനയിക്കാൻ തോന്നാതെ ജീവിക്കുക എന്ന് തോന്നുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനവും അഭിനയവും, അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളിലൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ഫണ്ണ് രീതിയിലൊക്കെ അയാളെ ഇൻ്റർവ്യൂസൊക്കെ ഭയങ്കര മില്യൺസൊക്കെ വ്യൂസ് നേടിയതാണ്. അതെന്തുകൊണ്ടാണ്? പ്രേക്ഷകന് അവൻ്റെ ടെൻഷനൊക്കെ മാറ്റി വെച്ചൊന്ന് കാണാൻ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒക്കെ കാരണം കൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നടനാണ്. എനിക്ക് പേഴ്സണലി പ്രിയപ്പെട്ട നടനാണ് ഷൈൻ ടോം ചാക്കോ. പക്ഷെ സീരിയസ്ലി എനിക്കും തോന്നിയിരുന്നു അദ്ദേഹത്തിന് ചില ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ ഇയാൾ എന്തെങ്കിലും സംഭവം ഡ്രഗ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒന്നുകൂടി നമുക്ക് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല, ഒന്നുകൂടി ഉറപ്പ് വരുത്തുന്ന ന്യൂസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അർദ്ധരാത്രി, അതായത് എനിക്ക് തോന്നുന്നു 11-നും 11:30ക്കും ഇടയിലാണ് ഒരു പോലീസ് സംഘം എറണാകുളത്തെ ഒരു അറിയപ്പെടുന്ന ഹോട്ടലിൽ പെട്ടെന്ന് കയറി ചെല്ലുകയും അവിടുത്തെ റിസപ്ഷനിസ്റ്റിനായിട്ട് സംസാരിച്ച് ലിസ്റ്റ് നോക്കിയപ്പോൾ അവിടെ ഇന്ന് ഷൈൻ ടോം ചാക്കോ എന്ന ആക്ടർ റൂം എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് അടിച്ചു കയറലും ഒരു സിനിമ സ്റ്റൈൽ തന്നെ ആയിരുന്നു. അപ്പോൾ അടിച്ചു കയറിയ മാധ്യമത്തിലൂടെ നമ്മൾ പറഞ്ഞത്, അടിച്ചു കയറിയപ്പോൾ ഓപ്പോസിറ്റ് ജനലിൽ കൂടി അദ്ദേഹം സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി എന്നിട്ട് കോണി ഇറങ്ങിപ്പോയി ഇറങ്ങി മണ്ടി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഏതോ കാണുന്ന ബൈക്കുകാരൻ്റെ ബാക്കിൽ ലിഫ്റ്റ് അടിച്ച് പോയി. പിന്നെ ആളെ എവിടെ നിന്നും അറിയണില്ല. ഏതായാലും ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുന്നത് ഷൈൻ ടോം ചാക്കോ 2020 പടം കണ്ടത് വളരെ ഉപകാരമായി. അതിലുണ്ടല്ലോ അതേപോലത്തെ ഒരു സീനില്ലേ, ലാലേട്ടനാന്ന് തോന്നുന്നു മേലിന്ന് ചാടുന്നത്. ഏതായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം.
ഷൈൻ ടോം ചാക്കോ ഓടിയ മുറിയുടെ തൊട്ട് സമീപത്തുള്ള ഈ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യമാണ് നമ്മൾ കാണിക്കാം. നിലവിൽ ഹോട്ടലാണ് ഇപ്പോൾ കാണുന്നത്. ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ കാണുന്നത്. ഈ ഹോട്ടലിലെ ആ സ്വിമ്മിംഗ് പൂളിന് തൊട്ട് മുകളിലത്തെ നില, അതായത് 3ാം നിലയിലെ ആ കാണുന്ന ആ മിഡിൽ ജനലിൽ നിന്നാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതാണ് 314 നമ്പർ ആ മുറി. ആ മുറിയുടെ ആ ജനലിൽ നിന്നും അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അതായത് താഴെ ഈ ഡാൻസ് ഓഫ് സംഘം എത്തിയതറിയുകയും തുടർന്ന് ഈ ഡാൻസ് ഓഫ് സംഘം മുകളിലേക്ക് കയറുന്നതും അയാൾ അറിയുകയും തുടർന്ന് ഈ ഡോറിലൂടെ, അതായത് എക്സിക്യൂട്ടീവ് റൂമാണ്, അതുകൊണ്ട് തന്നെ ആ സ്യൂട്ട് റൂമാണ്. ആ സ്യൂട്ട് റൂമിലെ ഡോറിലൂടെ ലെൻസ് വഴി പുറത്തേക്ക് നോക്കുമ്പോൾ പോലീസ് സംഘം വരുന്നു. പോലീസ് സംഘം ഡോറിൽ മുട്ടുന്നു. ആ ഘട്ടത്തിലാണ് ഈ കാണുന്ന ആ വിൻഡോ, സ്ലൈഡിംഗ് വിൻഡോയിലൂടെ അയാൾ പുറത്തേക്ക് ചാടുകയും അങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. സ്വിമ്മിംഗ് പൂളിലെ തൊട്ടപ്പുറത്തെ ഷീറ്റാണ് പൊട്ടിയതെന്ന് പറയുന്നത്. ആ സ്വിമ്മിംഗ് പൂളിന് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഡോർ, അതായത് അത് സ്ലൈഡിംഗ് ഡോറാണ്, വലിച്ചു തുറക്കാവുന്ന ഡോറാണ്. ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ സ്റ്റെയർകേഴ്സ് ആണ്. ആ സ്റ്റെയർകേഴ്സ് നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതാണ് പിന്നീടുള്ള CCTV ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നിലവിലെ ആ സ്വിമ്മിംഗ് പൂള് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്വിമ്മിംഗ് പൂളിലാണ് ഈ ഷൈൻ ടോം ചാക്കോ വീഴുന്നത്. എന്തായാലും ലഹരി തേടി തന്നെയാണ് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതായത് ഹോട്ടൽ വേദാന്തയിൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 10:50 ഡാൻസ് ഓഫ് സംഘം ഇവിടെ എത്തുന്നു. ഇവിടെ എത്തി ലോബിയിൽ പരിശോധന നടത്തുന്നു. ലോബിയിൽ ഷൈൻ ടോം ചാക്കോ മുറിയെടുത്തിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യമാകുന്നു. കഴിഞ്ഞ 5 ദിവസക്കാലമായിട്ട് ഷൈൻ ടോം ചാക്കോ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഈ ഷൈൻ ടോം ചാക്കോയുടെ പുതിയ ഒരു കാര്യം, ഇപ്പോ 2 CCTV ദൃശ്യങ്ങളാണ്. ആ സ്റ്റെയർ കേസ് ഇറങ്ങുന്നതും പിന്നെ ഈ വാതിൽ തുറന്നു പോകുന്നതും. മെട്രോയൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഏറ്റവും നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. അപ്പൊ അവിടെ നിന്ന് പുറത്തിറങ്ങി എങ്ങനെയാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകുക? ഈ ഹോട്ടലിന് സ്വാഭാവികമായിട്ടും അതിന്റെ കവാടത്തിലും ഒക്കെ മലയാളത്തിന്റെ പ്രശസ്തനായ, അതേപോലെ തന്നെ തെന്നിന്ത്യയിലെ തന്നെ ഒന്ന് പറയാം, തമിഴിലും തെലുങ്കിലൊക്കെ അറിയപ്പെടുന്ന ഒരു താരം തന്നെ, ഒരു അർദ്ധരാത്രി ഇറങ്ങി മണ്ടാണ്, ജീവനം കൊണ്ട് മണ്ടാണ്. റിസപ്ഷനിലൊക്കെ ആൾക്കാരിരിക്കുന്ന ഒരു മൈൻഡില്ല അവരോടൊന്നും, ഇറങ്ങി പോവാണ്ട്. എന്നിട്ട് മുന്നിൽ കാണുന്ന ഒരു ബൈക്കിൽ കയറിയിട്ട് പോവാണ്. ഒരു സിനിമയിൽ ചേസിങ് സീൻ എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു നായകൻ വില്ലനെ അല്ലെങ്കിൽ ഒരു പോലീസുകാർ ഒരു പ്രതിയെ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ളത്, അത് റിയൽ ലൈഫിൽ പയറ്റിയിരിക്കുകയാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ. ഏതായാലും പോലീസിന് വ്യക്തമായ സൂചന കിട്ടിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു ഹോട്ടലിൽ ഈ ഒരു സമയത്ത് അവർ ഈ ഒരു റൂം ലക്ഷ്യമാക്കിയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു അവസരത്തിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ ഉപയോഗിച്ചിട്ടുണ്ടോ, ഷൈൻ ടോം ചാക്കോന്റെ കയ്യിൽ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് ഇനി വയ്യ അറിയണം. കാരണം ഷൈൻ ടോം ചാക്കോ ഓടി മറഞ്ഞു. ഓടല് എന്താണ് നമ്മുടെ ഈ ഒരു ലോല് കുറ്റമൊന്നും അല്ലാത്തടത്തോളം കാലം കേസിന്റെ പോക്ക് എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയുന്നില്ല. നേരെ മറിച്ച് വിൻസി ആക്ട്രസ് അവർ കൊടുത്ത ആ ഒരു കേസ്, അതിനുള്ള സാക്ഷികളുണ്ട്. അപ്പോൾ ഇനി ഷൈൻ ടോമിനെ അവർ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഏതൊരു കേസിലും ആ 2 വശങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വശങ്ങളും കൂടി കണ്ടിട്ട് വ്യക്തമായ ഒരു വിലക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ളതിലേക്ക് സംഘടന മുതിരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ആ പോക്ക് കണ്ടിട്ട് ഷൈൻ ടോം ചാക്കോ ഇന്നും ഇന്നലും തുടങ്ങിയതല്ല വിവാദങ്ങളിലകപ്പെടുക. 2014 ഇതേപോലെ കൊക്കെയിൻ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താണ് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ അടുത്തന്നെ ഒരു കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോൻ്റെ പേര് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു റെയ്ഡിനിടയിൽ ഇറങ്ങി ഓട്ടോ. അദ്ദേഹത്തിന് അതൊന്നും പുത്തിരിയെല്ലാം തോന്നുന്നു. ഏതായാലും ആള് ഒളിവിലാണ്, എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മുടെ വിൻസി അവർ ഭയങ്കര ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവർ അമ്മ സംഘടനകൾക്കും പിന്നെ വേറെ ഒരു സംഘടനക്കാണ് കൊടുത്തത് ഈ ഒരു അവരുടെ പരാതി. അതിൽ സിനിമയുടെ പേരോ ഈ പറഞ്ഞ ആക്ടറിൻ്റെ പേരോ വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അത് വളരെ രഹസ്യമായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് വെളിപ്പെടുത്തിയത് വളരെ ആരെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാനിത് എൻ്റെ പരാതി പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് വരെ ന്യൂസിലിപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ എന്തർത്ഥത്തിലാണ് പിന്നെ കേസ് ഇങ്ങനെ പിൻവലിക്കേണ്ട ആവശ്യം എന്താ? തെറ്റ് ചെയ്താൽ ആരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൂശിക്കപ്പെടും.
അപ്പോൾ അവർ പറഞ്ഞത് നടൻ എന്തായാലും അവരുടെ പേര് പുറത്തു വരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുപോലെ തന്നെ ഈ ഇറങ്ങാനുള്ളൊരു പടമുണ്ട്, അദ്ദേഹമാണ് അതിൻ്റെ ലീഡ് റോള്. ആ പടത്തെ ബാധിക്കും. ഒരുപാട് നിരപരാധികൾ ആ പടത്തിൻ്റെ ബാക്കിലുണ്ട്. ശരിയാണ്, പ്രൊഡ്യൂസേഴ്സും കാര്യങ്ങളും അവരൊക്കെ നിരപരാധികൾ തന്നെ എന്ന് കരുതിയിട്ട് ഒരു തെറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പണ്ട് പറയുന്നത് തന്നെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, അത് കുടിച്ചേ മതിയാവും. അപ്പം അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഏതായാലും പുറത്തു വിട്ട് ഏതായാലും നന്നായെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ റിയൽ ഫേസ് ജനങ്ങൾ തിരിച്ചറിയട്ടെ. റിയൽ ഫേസ് ഇങ്ങനെ ജനങ്ങൾ തിരിച്ചറിയേണ്ട വലിയ കാര്യമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ അങ്ങ് ഷൈൻ ടോം ചാക്കോ മുൻകൂർ ജാമ്യത്തിന് പ്രവേശിച്ചിട്ടുണ്ടാവും. അങ്ങനെ കണ്ടു ജനങ്ങൾ മറന്നു പോകും, അത് സ്വാഭാവികം. എന്നിരുന്നാലും കറണ്ട് സിറ്റുവേഷനിലെങ്കിലും ജനങ്ങളെ കാര്യങ്ങൾ തിരിച്ചറിയട്ടെ. വേണ്ടെന്നേ, ഈ ലഹരി എന്ന സാധനം വേണ്ട. ഇപ്പം സിനിമാ മേഖലയിലായാലും സാധാരണക്കാരൻ്റെ മേഖലയിലായാലും നമുക്കറിയാലോ. ഇപ്പോൾ യുവാക്കളായാലും ആരായാലും എല്ലാവരും ഇതിൻ്റെ ആളുകളാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒരു ബഹുഭൂരിപക്ഷം ലഹരിക്ക് അടിമയായിട്ടുണ്ട് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതും റിപ്പോർട്ടുകളും. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള സർക്കാരും എല്ലാവരും ഈ ലഹരിക്കെതിരെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ഓഫ് കോഴ്സ് 24 ന്യൂസൊക്കെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇതിനെതിരെ മുന്നേറാം, ലഹരിക്കെതിരെ. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ലഹരി കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തക്കതായ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേണ്ടപ്പെട്ട നടനാണെങ്കിലും റിയലിൽ വേണ്ടപ്പെട്ടവനാണെങ്കിൽ റിയൽ ലൈഫിൽ ഇങ്ങനെ കൊള്ളരാതിത്വങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ കിട്ടണം. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല, അത് അടിവരട്ട് കൂടി പറയുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.